ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൺ. ഇന്നത്തെ പുതിയൊരു ഔട്ട്ഡോറും കൂടിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ഗ്രീൻ മസാല ഇട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഔട്ട്ഡോർ തന്നെ ചെയ്യാമെന്ന് വെച്ചു. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലെ ചിക്കൻ ആട്ടോ, ഇത് ഫാമിൽ നിന്ന് 4 ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂരജും വരുണും കുട്ടനും ഷൈട്ടനൊക്കെ കൂടിയിട്ടാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നെ ഇൻ്റർലോക്കൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തു ആദ്യം. പിന്നെ കുറച്ച് ചിരട്ടയും ഓലയൊക്കെ കരച്ചൊന്ന് തീ ഇതേപോലെ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാർക്കോളൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. അപ്പോഴൊന്ന് ശരിക്കും ഒന്ന് കത്തി വന്ന്. എന്നിട്ട് ഇതേപോലെ നല്ല കനലായ ശേഷം ഞാൻ കുറച്ച് ഇതേപോലെ സമയം കൊണ്ട് കുരുമുളക് കുറച്ചു. കുരുമുളകും അതുപോലെ കാന്താരി മുളക്, പിന്നെ കറിവേപ്പില. അപ്പോൾ ഗ്രീൻ മസാല ആകുമ്പോൾ നമ്മൾ കാന്താരി മുളക് ഇടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ചിക്കൻ്റെ അളവാണ്. ഒരു പിടി മല്ലിയിലയും പുതിനയിലയും പിന്നെ ഒരു 4-5 പീസ് ഇഞ്ചി, കുറച്ച് കാന്താരി മുളക്, അതേപോലെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കുരുമുളക്, പച്ച കുരുമുളക്, പിന്നെ വെളുത്തുള്ളി. ഇതിപ്പോൾ 2 ചിക്കൻ്റെ അളവാണ് ഞാൻ എടുത്തത്. നേരെ ഡബിളായിരുന്നു കേട്ടോ. നമ്മൾ 4 ചിക്കന്, അതേപോലെ ഒരു പിടി കറിവേപ്പില. ഇനി ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം. ബാക്കിയുള്ള മസാലകൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്, പിന്നെ നമ്മൾ പുതിന മല്ലിയില കറിവേപ്പില ഇത് അരച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ച കുരുമുളക് അരച്ചതാട്ടോ. ഇത് അരക്കുമ്പോൾ ഇതേ ഒരു കളറിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പച്ച കുരുമുളക് അരച്ചത് ചേർത്ത് കൊടുക്കും. ഈ ഗ്രീൻ മസാലയുടെ കൂടെ നമ്മൾ കാന്താരി മുളകും കൂടി ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഗരം മസാലയാണ്, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക്, അത് അധികം വേണ്ട. നമ്മൾ പച്ച കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ ലെമൺ എടുക്കുന്നത്, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ലെമൺ ജ്യൂസിൻ്റെ മതി. ഇതിപ്പോൾ 4 ചിക്കൻ്റെ മസാല കേട്ടോ ഇത്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് നല്ല പരട്ടി യോജിപ്പിക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫുള്ളൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇതേപോലെ എല്ലാ സൈഡിലൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്ക് ഈ മസാല ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് മസാല ഇറങ്ങാൻ വേണ്ടി ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ മസാല കട്ട് പോകുന്നു. അപ്പോൾ ഇതേപോലെ നല്ലോണം എല്ലാ സൈഡിലേക്കും പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു മാക്സിമം 1 മണിക്കൂറെങ്കിൽ ഇത് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വാഴയിലൊക്കെ എടുക്കാൻ വേണ്ടി പോകാം. വാഴയില കട്ട് ചെയ്തിട്ട് വരാം. വാഴയില ഞാൻ കനലിൽ വെച്ചിട്ടൊന്ന് വാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറച്ച് ഡ്രൈ ആയി പോവില്ല. ഇനി നമുക്കിതൊന്ന് മടക്കിയിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്യുക. ഒരു പീസും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ കവർ ചെയ്തിട്ട് നമുക്കൊരു കമ്പി വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അത് തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ ഈ അലുമിനിയം ഫോയിൽ ഇളകിപ്പോവും. അതുകൊണ്ട് ഒന്ന് നമ്മൾ കമ്പി വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക. ഇപ്പോൾ കനൽ നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ റെഡിയായി. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇത് ഒരു മാക്സിമം നമ്മൾ ഈ ഒരു കനലിൽ 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുക. അപ്പോൾ കണ്ടോ ഇതേപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് എടുത്തിട്ട് നോക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ തന്നെ കുറച്ച് പാടായിരുന്നു. ഇതേപോലെ ഞാൻ നല്ല കണ്ടോ പുക ഇങ്ങനെ പോകുന്നുണ്ടോ നിങ്ങൾക്ക്?
അപ്പോൾ സൈഡിൽ നിന്നൊക്കെ നമ്മൾ ഇളകി വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റ് കുക്കായിട്ടുണ്ട്. മസാലയൊക്കെ കണ്ടോ, അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്കിത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാൻ തന്നെ പാടായിരുന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് ചെറിയൊരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഗ്രീൻ മസാല ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കുക്കുമ്പറൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മയോണീസ് റെഡി ആക്കിയിട്ടുണ്ട്. മയോണീസ് ഞാൻ ഇവിടെ ചെയ്തതാണ്, അതേപോലെ കുബൂസും ചെയ്തതാണ്. അത് രണ്ടിന്റെയും വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. കുട്ട, രഞ്ജിത്തെ ഇഷ്ടായിന? വിനീത്, വരുണേ, കാവ്യ, സ്നേഹ. അപ്പോ ദാ കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടമായി. ഈ ഒരു ടൈപ്പ് മസാല നിങ്ങൾ ഉറപ്പായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഔട്ട്ഡോറിന് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.